ഹലോ, കുറേ ദിവസത്തിന് ശേഷം പിന്നെയും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു അടിപൊളി റെസിപ്പി ആട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താണെന്നല്ലേ, പർദീസ ചിക്കനില്ല, അത് വെച്ചിട്ട് ഒരു അടിപൊളി റൈസും ഒക്കെ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ തന്നെ ചെയ്യണം കേട്ടോ. കണ്ട സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ. ഈ കാണുന്ന മുഞ്ച് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് 1.5 ടേബിൾ സ്പൂൺ ആട്ടോ. പിന്നെ എരിവിന് ആവശ്യമില്ല പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളക് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കപ്സ മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ചിക്കൻ സ്റ്റോക്ക്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും അതൊക്കെ ഇട്ടെടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോകല്ല. ഇനി ഇതൊക്കെ നമ്മൾ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മസാല ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. വലിയ പാത്രം എടുക്കാൻ വിട്ടു പോവരുത്. ഇനി ഇത് നല്ലപോലെ നമ്മൾ ചിക്കനിൽ നല്ലപോലെ പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത്, അതുകൊണ്ട് കൂടുതൽ ഉപ്പാവാണ്ട് നോക്കാം കേട്ടോ. പിന്നെ ചിക്കനില്ലേ നല്ലപോലെ വരയിട്ട് കൊടുക്കാൻ വിട്ടു പോവല്ല കേട്ടോ. അങ്ങനല്ല, ആ വരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കനിലേക്ക് വേഗം മസാല പിടിച്ചിട്ടും. ഇനി ഇത് നല്ലപോലെ മസാല ഒക്കെ തേച്ച് കൊടുത്ത് ഇനി ഇതിലേക്കില്ലേ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോലെ. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പറയാൻ വിട്ടുപോയോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഇതാ മല്ലിച്ചപ്പും പുതിനച്ചപ്പും. ഞാൻ 1 പിടി മല്ലിച്ചപ്പാട്ടോ കൂടുതലെടുത്തിട്ടില്ല, കുറച്ച് പുതിനച്ചപ്പും. ഇനി ഇത് ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇതിൽ കരളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് 1 മണിക്കൂർ മാറ്റിയേക്കാം. 1 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാ 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഇതാ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റില്ലേ ഇതിൻ്റെ വീഡിയോ ഇത് മാത്രം പർദീസ ചിക്കൻ്റെ മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അത്യാവശ്യം നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ ഇത് വേഗം പൊട്ടിപ്പോവും. അങ്ങനെയല്ല, നല്ല സോഫ്റ്റ്, അങ്ങനെയല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമില്ലേ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യമില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ ഇല്ലേ, അത് ഞാൻ ആദ്യമേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം ഇല്ലേ, ഇനി ഇതും കൂടി ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റ് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള സാധനം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഐഡിയ തോന്നിയതാണ് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കിയാലോ. അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ടൈം വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്നാലും പിന്നെ ഒന്നിട്ട് പരീക്ഷിച്ച് നോക്കാൻ കിട്ടിയ ഒരു ചാൻസും കൂടിയല്ലേ. പക്ഷേ ആ പരീക്ഷണം വെറുതെ ഇല്ല. അങ്ങനെ ഇതാ 20 ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കന് ആ വേവിച്ചുള്ള മസാലയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടയും ഗ്രാമ്പും പിന്നെ നമ്മൾ ഉണങ്ങിയ നേരങ്ങ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതാ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 മുറി ചിക്കൻ സ്റ്റോക്കില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം നല്ലപോലെ തിളച്ച് വന്നേരം ഞാൻ അരിയിട്ട് കൊടുക്കുന്ന സംഭവം നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല, നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ഈ ടൈം വേണമെങ്കിൽ 2 പച്ചമുളക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പൈസി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെള്ളം വറ്റിയതിന് ശേഷം കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. സംഭവമില്ലേ
പൊള്ളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കനിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവമില്ലേതാ ഞാൻ വേലിക്കും ഈ ചിക്കൻ ഇങ്ങനെ വരുന്നുണ്ടായിന്. എന്താ നോക്കിയേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണല്ലേ. പറയണം കേട്ടോ. പറയണല്ലേ എന്നല്ല, പറയുന്ന ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. ഈ നോമ്പിന് ഒരു വെറൈറ്റി ആയിട്ട് ഇത് കിടന്നോട്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വിട്ടു പോലെ. എന്നാൽ പിന്നെ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.